വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അമ്പലത്തിൽ കയറി ബാങ്ക് വിളിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒരു ചർച്ചിൽ കയറിയിട്ട് ജയ് ശ്രീറാം എന്ന് സ്ലോഗനോ അല്ലെങ്കിൽ ബാങ്കോ വിളിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഒരു പള്ളിയിൽ കയറി ജയ് ശ്രീറാം എന്ന കാര്യം ചെയ്യാൻ പറ്റുമോ, അതായത് സ്ലോഗൻ വിളിക്കാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുള്ള ഉത്തരം പറയുന്നത് ഞാനല്ല, കർണാടക ഹൈക്കോടതിയാണ്. കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. മസ്ജിദിൽ കയറി ജയ് ശ്രീറാം എന്ന സ്ലോഗൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ പോലീസ് FIR ഇട്ടിട്ടുണ്ടായിരുന്നു. 447 ഓഫ് IPC, അതുപോലെ തന്നെ 505, 506 എന്ന് പറഞ്ഞിട്ടുള്ള 292A എന്നുള്ള IPCയിലൊക്കെ കേസ് എടുത്തതാണ്. അതായത് ക്രിമിനൽ ഇന്റിമിഡേഷൻ, ക്രിമിനൽ ട്രസ്പാസ്, അതുപോലെ തന്നെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്, FIR ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കർണാടക ഹൈക്കോടതി ഈ ഒരു കേസ് മൊത്തത്തിൽ ക്വാഷ് ചെയ്തു. അതായത് FIR ഇട്ട് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ മുഴുവനായിട്ട് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കർണാടക ഹൈക്കോടതി ഈ കേസ് മുഴുവനായിട്ട് ക്ലോസ് ചെയ്യും. കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരിക്കലും റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് ഇതൊരു സെക്യുലർ നേഷൻ ആണെന്ന്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരു പ്രശ്നമല്ല എന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് എന്നുള്ള കാര്യം കോമെന്റ് ചെയ്യുക. ആൻഡ് ഈ കേസ് പെറ്റീഷൻ ആയിട്ട് ഇതിന്റെ അപ്പീൽ പോയിട്ടുണ്ട് സുപ്രീം കോടതിയിലേക്ക്. ഇനി സുപ്രീം കോടതി എന്താണ് ഇതിന് വിധിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ടുവരാൻ വേറെ ഒന്നുമില്ല, കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തമ്മിൽ പരസ്പരം സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും ഒക്കെ ജീവിച്ചൂടെ? എന്തിനാ മതത്തിന്റെ പേരിലൊക്കെ വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു സമാധാനം കളയുന്നത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. Thanks for watching me and stay tuned for another video. Okay, thank you.